Andara vede, Udamana vese, Vasakare, Rudarado, Andara veda, Vidamanadam, Asakura, Vasakare, Vivara Vasa, Udakara, Andara veda, Vishadara, Udamanado, Asavere, Odamdare, Vishastara, Atalagada, Andara veda, Udamara, Vivarado, Asavere, Vivara Vasa, Andara vede, Udamana vese, Vasakare, Rudarado, Andara veda, Vidamanadam, Asakura, Vasakare, Vivara Vasa, Udakara, Andara veda, Vishadara, Udamanado, Asavere, Odamdare, Vishastara, Atalagada, Andara veda, Udamara, Vivarado, Asavere. പ്രിയപ്പെട്ട കാഴ്ചക്കാരെ, നിങ്ങൾക്ക് ഇത് കേട്ടിട്ടും വല്ലതും മനസ്സിലായോ? സത്യം പറയട്ടെ, എനിക്കൊരു അക്ഷരവും മനസ്സിലായില്ല. അന്യഭാഷ എന്നാണ് പെന്തക്കോസ്താർ ഇടയിൽ ഇതിനെ പറയുന്നത്. സ്വർഗത്തിലെ ഭാഷയെന്നും ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പല വിധത്തിൽ ബൈബിൾ എടുത്തു വെച്ച് ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് അറിയത്തില്ല, ഇദ്ദേഹത്തിന്റെ പേരും അറിയത്തില്ല. പേരറിയാവുന്ന പെന്തക്കോസ്തുകാർക്ക് ഇതിനകത്ത് കമന്റ് ചെയ്യാം. ദൈവസ്നേഹത്തിൽ പെന്തക്കോസ്തുകാരുടെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഈ കേട്ടതിൽ നിന്നും എന്തെങ്കിലും മനസ്സിലായോ? നിങ്ങൾക്ക് ഇത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ബൈബിള് കൃത്യമായി പറയുന്നുണ്ട്, വ്യാഖ്യാനി ഇല്ല എങ്കിൽ ഒരു കാരണവശാലും അന്യഭാഷ പറയാൻ പാടില്ല എന്ന്. വ്യാഖ്യാനം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഇദ്ദേഹത്തെ എനിക്ക് അറിയത്തില്ല. എന്നാൽ എനിക്കറിയാവുന്ന, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതായത് അനീഷ് കാവാൽ എന്ന് പറയുന്ന പാസ്റ്റർ ഇതുപോലെ അന്യഭാഷ പറയുന്നുണ്ട്. അതും കൂടെ നമുക്ക് കേൾക്കാം. അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. ഇത് കേൾക്കുന്ന ആർക്കും ചിരി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ. അനീഷ് കാവാലത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമമാവട്ടെ പുതിയ നിയമമാവട്ടെ കൃത്യമായ രീതിയിൽ തിട്ടമുള്ള ആളാണ്. കുറിക്ക് കൊള്ളുന്ന രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും വചനത്തിന്റെ ഓരോ വാക്യം എടുത്ത് കാണാതെ സംസാരിച്ച് നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പോൾ അന്യഭാഷ എന്താണ്, അത് എങ്ങനെയാണ് പറയുന്നത്, അതിന്റെ ഉപയോഗം എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് അറിയാം. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു മനുഷ്യനും മനസ്സിലാവാത്ത ഈ ഒരു ഭാഷ സംസാരിക്കുന്നത് എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്റെ പല സുഹൃത്തുക്കളും, അത് വിശ്വാസികളായിട്ട് സുഹൃത്തുക്കളുണ്ട്, വിശ്വാസത്തിലല്ലാത്ത സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ എന്നോട് ഒന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ പെന്തക്കോസ്തുകാർ വലിയ ബഹളം വെച്ച് ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ സംസാരിക്കുന്നതേക്കാം, എന്ത് ഭാഷയാണ് അവർ സംസാരിക്കുന്നത്, ഇത് ആർക്ക് മനസ്സിലാവും എന്നതിനെ കുറിച്ചൊക്കെ പലവിധമായിട്ടുള്ള സംശയം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവരോട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ പറയുന്ന ഭാഷയും അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന ഈ അന്യഭാഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അവിടുത്തെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ ഒരു വീഡിയോ കാണുന്ന വിശ്വാസികളല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ഇത്തരത്തിലുള്ള അന്യഭാഷകളൊക്കെ കേട്ട് ചിരിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അന്യഭാഷ, ബൈബിൾ എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ച് ഞാനിവിടെ കൃത്യമായ രീതിയിൽ പറയുന്നില്ല. ബൈബിളിൽ ഓരോ വാക്യങ്ങളൊക്കെ എടുത്തു വെച്ച് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ വളരെ സിമ്പിളായിട്ട് ഒന്ന് രണ്ട് ഉദാഹരണം കാണിച്ചുകൊണ്ട് എന്താണ് അന്യഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ പെന്തിക്കോസുകാർ ഇങ്ങനെ പറയുന്ന ഭാഷ യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്ന ഭാഷ തന്നെയാണോ, അവർ ദൈവത്തോടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെറ്റ് ഇതിനകത്തിൽ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. അന്യഭാഷ പറഞ്ഞു തുടങ്ങി ഏതോ ഒരു സെക്കൻഡിലേക്ക് കയറുമ്പോ ഇടയ്ക്ക് വെച്ച് ഇത് സ്പിരിറ്റുമായി മെർജ് ആവും. This tongue will connect and merge with the spirit. അവിടെ ഇത് മെർജ് ആയി കഴിഞ്ഞാൽ അവിടെ ഡെലിവർ ആകുന്ന ഒറ്റ വാക്കു മതി നിന്റെ മുമ്പിൽ അടുത്തൊരു ഡൈമെൻഷൻ തുറക്കുകയാണ്. When it is merged with Holy Spirit and you start to ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇദ്ദേഹം അന്യഭാഷയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്. ഇദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ചേ അല്ല സംസാരിക്കുന്നത്. അതായത് ഇദ്ദേഹം ഇങ്ങനെ സ്പിരിറ്റ് വന്ന് ഇങ്ങനെ മെർജ് ചെയ്യുന്ന സമയത്ത് അന്യഭാഷ ഉണ്ടാകുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞു പോകുന്നത്. എന്നാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ഭാഷ സംസാരിക്കുന്നുണ്ട്. മലയാളം സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹം മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിവർത്തനം ചെയ്യപ്പെടുന്നത്? അതായത് മലയാളം അറിയാത്ത ആരൊക്കെയോ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ മലയാളം അറിയാത്ത ആളുകളെ സംബന്ധിച്ച് അതൊരു അന്യഭാഷയാണ്. അന്യഭാഷ എന്ന മലയാളം വാക്കുകൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അറിയാൻ വയ്യാത്ത ഒരു ഭാഷ. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു രാജ്യത്തോ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തോ ചെല്ലുന്ന സമയത്ത് നമുക്ക് സംസാരിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിള് കൃത്യമായി പറയുന്നുണ്ട്, അത്തരത്തിലുള്ള അന്യഭാഷ പറയുന്ന സമയത്ത് കൃത്യമായി വ്യാഖ്യാനം വേണം, അല്ലെങ്കിൽ വിവർത്തനം ചെയ്യുന്ന ആൾ വേണം. അപ്പോൾ പൊതുവായിട്ട് ഒരു പൊതുവേദിയിൽ അങ്ങനെയുള്ള ഒരു ഭാഷ സംസാരിക്കുന്ന സമയത്ത് വിവർത്തനം ചെയ്യാനുള്ള ആൾ കൃത്യമായി അവിടെ വേണം. എങ്കിൽ മാത്രമേ അത് ക്രിസ്തുവിനോട് സംസാരിക്കട്ടെ, അല്ലെ ദൈവത്തോട് സംസാരിക്കട്ടെ, അല്ലെ സ്വർഗത്തിലെ ഭാഷയാവട്ടെ, എന്തും ആവട്ടെ, അവിടെ കൃത്യമായ രീതിയിൽ വിവർത്തനം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഈ കേൾക്കാൻ വന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് ഈ പാസ്റ്റർ എന്താണ് പറയുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അവർ വചനം കേൾക്കാൻ വന്ന ആളുകളായിരിക്കും, ക്രിസ്തുവിനെ കേൾക്കാൻ വന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരോട് ഇത്തരത്തില് മനസ്സിലാവാത്ത ഭാഷകൾ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അവരെ സംബന്ധിച്ച് അതൊരു അന്യഭാഷയാണ്. അപ്പോൾ ആ അന്യഭാഷ കൃത്യമായ രീതിയിൽ വിവർത്തനം ചെയ്യുവാൻ അവിടെ ആൾ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ അന്യഭാഷ പറയാൻ പാടില്ല. അത് തന്നെയാണ് ബൈബിളും അനുശാസിക്കുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാൻ വയ്യാത്ത ഭാഷ ആര് പറയുന്നു അതിനെയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഇവിടെ ഇദ്ദേഹം മലയാളം പറയുന്നു, അപ്പം മറ്റേ ആള് ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്യുന്നു. അപ്പൊ ഇംഗ്ലീഷുകാരനും മനസ്സിലാവുന്നു, മലയാളിക്കും മനസ്സിലാവുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് തന്നെയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അന്യഭാഷ പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഭാഷാവരം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ തിയോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ക്രിസ്തുവിന്റെ ജനനം, അതുപോലെ തന്നെ ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, അതിനുശേഷം ക്രിസ്തീയ മതം ഈ ലോകമെമ്പാടും വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് കൃത്യമായ രീതിയിൽ ക്രിസ്തു മതം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് തോമസ് കേരളത്തിലേക്ക് കടന്നു വന്നത്. അന്നേരം നമ്മൾ യുക്തി ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തോമസ് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മലയാള ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തോമസിന് ഒരു കാരണവശാലും മലയാളം അറിയാൻ യാതൊരു വിധമായിട്ടുള്ള സാധ്യതയുമില്ല. അപ്പോൾ എങ്ങനെയാണ് തോമസ് ക്രിസ്തുവിനെ ഈ മലയാളിയോട് സംസാരിച്ചത് എന്ന് നമ്മൾ യുക്തി ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ കൃത്യമായ രീതിയിൽ ദൈവം ഈ തോമസിനെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഭാഷാവരം നൽകിയിരുന്നു. എന്താണ് ഭാഷാവരം? മലയാളം സംസാരിക്കാനുള്ള ഭാഷാവരം. അപ്പോൾ ഒരു ലിപിയുള്ള ഒരു ഭാഷ സംസാരിച്ചാൽ മാത്രമേ അതൊരു ഭാഷാവരമാകത്തുള്ളൂ. ലിപി ഇല്ലാതെ ഇങ്ങനെ വളവളാന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊന്നും ഭാഷാവരവുമല്ല, അത് അന്യഭാഷയുമല്ല. അതൊക്കെ എന്തൊക്കെയോ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ മാത്രമാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ ബുദ്ധിയുള്ളവർക്കും അതുപോലെ തിയോളജി പഠിച്ച ആളുകൾക്കും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഈ ഭാഷാവരത്തെക്കുറിച്ചും അതുപോലെ അന്യഭാഷയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അതായത് വ്യാഖ്യാനം ഇല്ല എങ്കിൽ ഒരു കാരണവശാൽ അന്യഭാഷ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വേണ്ടി ഏതെങ്കിലും വേറൊരു സംസ്ഥാനത്തിൽ ചെല്ലുന്നു. അപ്പോൾ അവരുടെ ഒരു ആദിവാസി ഭാഷയാണെന്നിരിക്കട്ടെ, അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഞാൻ അവരുടെ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാരണവശാലും മനസ്സിലാവത്തില്ല. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ എൻ്റെ മലയാളമോ കേട്ടതിന് ശേഷം അവരുടെ ആ ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു കൊടുക്കാൻ ഒരാളുണ്ട് എങ്കിൽ കൃത്യമായ രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഭാഷ കേട്ടിട്ടും അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന ആളിനാണ് യഥാർത്ഥത്തിൽ ഭാഷാവരം ലഭിച്ച ആളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒന്നിലധികം ഭാഷകൾ, ലിപിയുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ അറിയാവുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഭാഷാവരം ലഭിച്ച ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ലിപികളുള്ള ഭാഷകളെ തന്നെയാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. അതായത് കൃത്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവാത്ത ഭാഷ വേറൊരാൾ അദ്ദേഹത്തിന് തർജ്ജിമ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു വ്യാഖ്യാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രസംഗ വേദിയിലാവട്ടെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാവട്ടെ, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ക്രിസ്തുവിനെ ഉയർത്തി കാട്ടുക എന്നുള്ളതാണ് ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്രിസ്തുവിനെ ഉയർത്തി കാട്ടുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത ഒരു ഭാഷ സംസാരിക്കുകയാണ്, സ്വർഗത്തിലെ ഭാഷയാണ്, അത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണ്ടേ ഇദ്ദേഹം എന്താണ് പറയുന്നതെന്ന്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അതിനെ അന്യഭാഷ എന്ന് നമുക്ക് വിലയിരുത്തുകയും അതിനെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ ഈ പറയുന്ന ഭാഷകളൊക്കെ മറ്റുള്ളവരെ വെറുതെ ചിരിപ്പിക്കാനും ഈ പെന്തക്കോസ്ത് സമൂഹത്തിലെ വെറുതെ അപമാനപ്പെടുത്തുവാനേ അത് ഉതകത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. ഈ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു മതമാണ് ക്രിസ്തുമതം എന്ന് പറയുന്നത്. അപ്പോൾ നൂറുകണക്കിന് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഈ ഒരു മതത്തെ വിശ്വസിക്കുകയും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ ഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ? ഒരു കാരണവശാലും കേൾക്കാതിരിക്കത്തില്ല. അപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ
കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ വഴി കൂടെ പോകുന്ന ആളുകൾക്കും അവരവർക്കും മനസ്സിലാവാത്ത ഇത്തരം ഭാഷകൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു വിധമായിട്ടുള്ള ഉത്തരമില്ല. ഇപ്പോഴുള്ള ന്യൂജൻ സഭകളാണ് ഇത്തരത്തിലുള്ള ഈ അന്യഭാഷകൾ ഇതുപോലുള്ള ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ടിനു ആവട്ടെ, താരു ആവട്ടെ, തങ്കു ആവട്ടെ, ഇവരുടെ ഇടയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബഹളങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ. കൃത്യമായ രീതിയിൽ വചനം സംസാരിക്കുന്നത് കേൾക്കാനേ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് വലിയ സുവിശേഷ മഹായോഗങ്ങളും ഇതുപോലുള്ള ഫെസ്റ്റുകളൊക്കെ നടത്തി ഇതുപോലുള്ള വലിയ ഇളക്കപ്പെരുപ്പങ്ങളും അന്യഭാഷകളൊക്കെ നടത്തിയാണ് ആളുകളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവവചനം പറയുന്ന അല്ലെങ്കിൽ സുവിശേഷന്മാർ ആരാണ്? നമുക്ക് ഈ ഒരു അച്ഛന്റെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങളോട് ആരാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത് ഈ മൈക്കിന്റെ മുമ്പിൽ നിന്ന് അട്ടഹസിക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ വേലയെന്ന്? ഇത് ദൈവരാജ്യത്തിന്റെ വേലയുടെ ഏറ്റവും ചെറിയ പതിപ്പ് മാത്രമാണ്. യഥാർത്ഥത്തിൽ കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നത്, ദൈവരാജ്യത്തെ കെട്ടിപ്പണിയാൻ പാടുപെടുന്നത് ഞാനല്ല, എന്നെ പോലുള്ള പ്രഭാഷകന്മാരുമല്ല. അട്ടപ്പാടിയിലും നോർത്ത് ഇന്ത്യയിലും മിഷൻ ഫീൽഡുകളിൽ വെറും പപ്പടവും കഞ്ഞിയും അച്ചാറും കഞ്ഞിയും കുടിച്ച് ചുട്ടുപൊള്ളുന്ന ചൂടത്തും അസ്ഥി മരവിക്കുന്ന തണുപ്പിലും ദൈവരാജ്യത്തെ കെട്ടിപ്പണിയാൻ വേണ്ടി പാടുപെടുന്ന മിഷണറിമാർ, ത്യാഗം ചെയ്യുന്ന മിഷണറിമാർ, അവരൊക്കെ ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ വേലയുടെ 100-1 പങ്ക് വരില്ല ഈ പ്രഭാഷണം. യഥാർത്ഥ സുവിശേഷകർ കാണാമറയത്താണ്. അവരെയൊന്നും ആരും ഈ ലോകത്ത് കൊട്ടിഘോഷിക്കുന്നില്ല. ദൈവമക്കളെ, യഥാർത്ഥ ദൈവ പൈതൽ, ദൈവരാജ്യത്തിനകത്ത് വന്നവർ ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങും. അത് അടയാളമാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.